അല്ല രാമണനോ? നീ എന്നെ കണ്ടപ്പോ എന്തിനു സരസു ഞെട്ടിയത്? പതിവില്ലാതെ ഈ നേരത്തെ എന്തിനാ? നീ കിടന്നില്ലേ? ഇതുവരെ കിടക്കായിരുന്നു. അത് മനസ്സിലായി. അയ്യോ, ഏതാടി ഈ ചെരുപ്പ്? അത് പിന്നെ എന്റെ അച്ഛൻ വന്നിരുന്നു, മറന്നായിരിക്കും. നിന്റെ അച്ഛൻ ചെരുപ്പുകൾ ഇടൂല്ലല്ലോ. അല്ല, അണ്ണൻ അറിഞ്ഞില്ലേ? അച്ഛന്റെ കാലിൽ ആണി ഉള്ളതുകൊണ്ട് ചെരുപ്പിട്ട് തുടങ്ങി. അണ്ണൻ ഇപ്പൊ പോ. ആ സമയത്ത് ആളുകൾ കണ്ട എന്തിനു വിചാരിക്കും? ആളുകൾ എന്ത് വിചാരിക്കോ? എടി, ഭർത്താവിന് വീട്ടിൽ വരാൻ സമയോ നോക്കണോ? അതല്ല അണ്ണ, ഡ്യൂട്ടി സമയത്ത് വീട്ടിൽ കയറിയിരുന്ന ഇതും ഡ്യൂട്ടി ആടി. റൈഡ്. അണ്ണൻ എന്തൊരു ഉള്ളിൽ വെച്ച് ഓരോന്ന് കിണ്ടി ചോദിക്കുന്നു. ഞാൻ ചത്തു കളയും കേട്ടോ. ചാവാൻ വരട്ടെ. കുട്ടിരാമ, നീ എന്നെ പീഡിപ്പിക്കരുത്. നിന്റെ ഭാര്യ പറഞ്ഞ ഇത്രയും കള്ളങ്ങൾ നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നിന്റെ ഈ കാർവർണ്ണൻ അണ്ണൻ പറയുന്ന ഈ കള്ളം കൂടി നീ വിശ്വസിക്കണം. എന്തോന്ന്? നീ വിചാരിക്കുന്നത് പോലെ ഞാൻ ഊളത്തരത്തിന് വന്നതല്ല. പിന്നെ ഞാന് അടിമാലിയിലേക്കുള്ള ബസ്സിൽ യാത്ര ചെയ്തോണ്ടിരിക്കുക. സീറ്റ് കിട്ടാത്തോണ്ട് നിൽക്കുക. തന്നെയേ? അമ്മേ, അച്ഛൻ ഇടി നിർത്തി അയാളെ ഞാൻ കുനിച്ചു നിർത്തി ഇടിക്കും. ഒന്ന് അനങ്ങി ഇടിക്കണ്ടേ മനുഷ്യ? അരി പൊടിഞ്ഞത് പോരെ ആനന്ദം, പൊട്ടിനല്ലേ. ഇനി ഇടിച്ച ഉരല് പൊടിയും. ഒരല് മാത്രമല്ല, നിങ്ങളുടെ വാരിയെല്ലാം പൊടിയണം. അവളുടെ അടുത്ത് പോയി കുറെ അവല് ഇടിച്ചു കൊടുത്തതല്ലേ, ഇനി ഇവിടെ ഇടിച്ചു പൊടിക്കേ. ഇടിക്കേ. എന്തിനാ അച്ഛാ അവിടെ പോയി ഇടിച്ചത്? പോലീസ് ഋഷി ആയാൽ പോലും പറ്റും ഒരു അബദ്ധം. ആനന്ദം, നീ ക്ഷമിക്കും, അല്ലെങ്കിൽ എന്നെ ഡൈവേഴ്സ് ചെയ്യൂ. അതായതിലും ഭേദം. നിങ്ങളെ ഉപേക്ഷിക്കാനോ? ആ പൂതി രാധയുടെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ഇന്നത്തോടെ തുടങ്ങുക നിങ്ങളുടെ തടവ്. എണ്ണയിട്ടാണോ? ആ തടവല്ല, ജീവപര്യന്തം തടവ്. ദേ, അടുപ്പിലെ തീ കെട്ടു. ഇടി കഴിഞ്ഞിട്ട് പോയി ഊതി കത്തിക്കും. അടുപ്പൂതാൻ എനിക്ക് അറിയില്ല ആനന്ദം. കൊറേ കാലം പല രാഗത്തില് ഫ്ലൂട്ട് ഊതിയതല്ലേ, അതുപോലെ ഊതിയാ മതി. ഓലക്കെ എടുത്ത് ഇവിടെ നടുമ്പുറത്തിട്ട് രണ്ടെണ്ണം കൊടുത്താലോ? വേണ്ട. ഇന്ന് മുതൽ നിങ്ങളുടെ ഈ ആണും പെണ്ണും കെട്ട വർത്തമാനം നിർത്തിക്കോണം. നിർത്തി. എന്താ അവിടെ? ഊതുക. അടുപ്പൂതാനാ പറഞ്ഞത്. ശരി. പുല്ലേ, തിരുവനന്തപുരത്തോട്ടോ അതോ നിന്റെ അമ്മയുടെ നായരത്തേക്കോ വിളിക്ക്. കോൾ, ഐ സെഡ് കോൾ. എന്നിട്ട് എന്നെ നീ ട്രാൻസ്ഫർ ചെയ്യിക്കടാ. എന്നെ ട്രാൻസ്ഫർ ചെയ്യിക്കടാ. നീ ട്രാൻസ്ഫർ ചെയ്യിക്കും മോനെ. താൻ കലിപ്പ് തീരുവോളം തല്ലിക്കോ. പക്ഷെ തല്ലി തീരുമ്പോ സക്കീർ ചത്തിരിക്കണം. ഇല്ലെങ്കിൽ തന്റെ നെഞ്ചത്തിന് റീത്ത് വയ്ക്കും. സുഗതനാടാ കൈവച്ചത്. കൊല്ലാതെ കൊല്ലാൻ എനിക്കറിയാം. നിന്റെ തലയെങ്ങാൻ ഇനി പൊങ്ങിയ നട്ടല് ചവിട്ടിപ്പറിച്ച് ഞാനിങ്ങെടുക്കും. പിന്നെ നീ ചാകുന്നത് വരെ മുട്ടുകാലിൽ എഴഞ്ഞു നടക്കും. ഓർത്തോ. തനിക്കെന്താ ഒരമ്മായി ലുക്ക്? സാറിപ്പ തിരക്കിലല്ലേ? അത് പരത്തി പറയേണ്ട ഒരു കഥയാണ്. നമ്മൾ രണ്ടാളും മാത്രമുള്ളപ്പോ പറയാം. പറയാം. ഓഫീസേഴ്സ്, എല്ലാവരോടുമായി പറയാ, കൂടെ നിന്ന് പാര വെക്കാനോ ഗുണ്ടാപ്പന്നികൾക്ക് ചാരപ്പണി ചെയ്യാനോ ആർക്കെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ കേട്ടല്ലോ, തുടങ്ങുക. ത്രൂ ദ സിറ്റി, തറോ കോംബി. പബ്ലിക് പ്ലേസ് ആണ്. പിടിച്ച് കേരളത്തിനെ ഇങ്ങോട്ട് ഇറങ്ങണം. കൊണ്ടുപോ.
കുറച്ച് ചിക്കൻ. ഞങ്ങൾ പോലീസുകാർക്ക് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് തെറിയും തൊഴിയുമല്ലാതെ ഇതുപോലെ ഞണ്ണാൻ കിട്ടുന്ന സന്ദർഭങ്ങൾ വളരെ ചുരുക്കാ. പോലീസുകാരിൽ നല്ല മനുഷ്യരുള്ളത് വളരെ അപൂർവല്ലേ സാർ? സുഗതൻ സാറിന് ഇവിടെ ഇപ്പൊ നല്ല പേരാ. വെടിമറ സക്കിന്റെ വെടി തീർത്ത CI സുഗതൻ. മിസൈലിൽ വന്ന വാർത്തയാ. മിസൈലാണോടാ വാർത്തകൾ വരുന്ന താടിക്കാരൻ? മിസൈൽ എന്ന് പറഞ്ഞ അന്തിപത്ര, അത് പറഞ്ഞു വാർത്ത. എന്താ അതിന്റെ പേര്? അച്ഛനും അമ്മ എനിക്ക് ഇട്ടേക്കണ പേര് പൊടിമോനാ. നാട്ടുകാരെന്നെ പൊടിമോനെ എന്ന് വിളിക്കും. വളരെ വേണ്ടപ്പെട്ടവരെന്നെ പൊടിമോനെ എന്ന് വിളിക്കും. സാറിന് വേണമെങ്കിൽ എന്നെ പൊടിമോനെ എന്ന് വിളിക്കാം. സാറിന്റെ ഭാര്യയും കുട്ടികളും ഒക്കെ കുട്ടികളില്ലമ്മേ. അപ്പൊ സാറിന്റെ ഭാര്യം പെറൂലല്ലേ? പറഞ്ഞു വരുമ്പോ നമ്മൾ രണ്ടും പ്രദേശത്താ എന്റെ ഭാര്യം പെറൂല. എന്റെ ഭാര്യ എവിടെയാണെന്ന് അറിയില്ലല്ലോ, അന്വേഷിക്കുന്നുണ്ട്. അയ്യോ, ചേച്ചി വല്ല ജിംനാസ്റ്റിക്കിന്റെ കൂടെ ഒളിച്ചോടി പോയതാണോ സാറേ? എടോ കാർവർണ, ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ലടോ. കല്യാണം കഴിഞ്ഞോണ്ട് 4 നേരം കുശാലായിട്ട് വെട്ടി വിഴുങ്ങുന്നു. മിണ്ടായിരുന്നു കയറ്റിക്കൊണ്ട് പോവാ. മുകുന്ദ, എനിക്ക് നിന്നോട് അസൂയ തോന്നുക. നിനക്ക് ഇതുപോലൊരു കുടുംബം ഉണ്ടല്ലോ, നല്ലൊരു അമ്മയും 3 പെങ്ങന്മാരും. യു ആർ എ വെരി ലക്കി മാൻ. എനിക്കൊരു അനിയനും കൂടി ഉണ്ടായിരുന്നു സാർ. ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ 2-3 വർഷം കഴിഞ്ഞ് അവനൊരു ഡോക്ടറായേനെ. ഇതാണ് സാറേ ഞങ്ങളുടെ ശ്രീകുട്ടൻ. ഇയാൾക്ക് എന്താ പറ്റിയേ? എന്ത് പറ്റാനാ? അളിയനെ അനിയനെ ഡോക്ടറാക്കാൻ വേണ്ടി അയച്ചതാ. കൂടെ പഠിക്കണ പെണ്ണിനെ കയറി ഇങ്ങ് പ്രേമിച്ച് അവസാനം അവളെയും കൊന്ന് തീവണ്ടിക്ക് തലയും വെച്ച് വായതൊന്നി പറഞ്ഞാണല്ലോ. അളിയനെ നോക്കില്ല ഞാൻ. ഒക്കെ വെറുതെ സാർ. എന്റെ കുട്ടിനെ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. പ്രാണനായിരുന്നു ആ കുട്ടിയെ ഇവന്. മെഡിസിന് പഠിക്കായിരുന്നെങ്കിലും ചോര കണ്ട തല കറങ്ങി വീഴുന്നവനാ. അത്രയ്ക്ക് മനക്കെട്ടുണ്ടായിരുന്നുള്ളൂ എൻ്റെ കുട്ടന്. എന്തോ ചതി ഉണ്ടായിരുന്നു സാറേ. പോലീസിനെല്ലാം വേഗം അവസാനിപ്പിക്കാനായിരുന്നു ആവേശം. 4 കഷ്ണങ്ങളായി പായെ കെട്ടിപ്പൊതിഞ്ഞ അവൻ്റെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് മായണില്ല. നിങ്ങളെപ്പോ വന്നു? കുറച്ചു നേരമായി. ഞങ്ങള് അകത്ത് പഴയ ആൽബങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, എവിടെ പോയതാ രാവിലെ വണ്ടി എടുത്തോണ്ട്? അശ്വതിക്ക് നല്ലൊരു ആലോചന വന്നു. ഇൻഫോസിസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അവളുടെ ഫോട്ടോ ഞാൻ ഇമെയിൽ ചെയ്തിരുന്നു. അവൻ ഇഷ്ടപ്പെട്ടു എന്നാ പറഞ്ഞ്. 101 പവനും 20 ലക്ഷം രൂപയാ അവർ ഡിമാൻഡ് ചെയ്യുന്നത്. ഞാൻ വാക്ക് കൊടുത്തിട്ടാ പോകുന്നത്. മറ്റന്നാ അവര് വരും പെണ്ണ് കാണാൻ. ആരോട് ചോദിച്ചിട്ടാണാവോ വാക്ക് കൊടുത്തത്? നിനക്കെന്താ ഒരു സമ്മതക്കുറവ്? എനിക്കൊരു സമ്മതക്കുറവില്ല. പക്ഷെ 101 പവനും 20 ലക്ഷം രൂപയും ആര് കൊടുക്കും? നമ്മൾ കൊടുക്കും, അല്ലാതാരാ? നമ്മളല്ല, നിങ്ങള്. ഇയാളുടെ മകളെ കൊമ്പത്ത് കെട്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ല ഇവിടുത്തെ പൊന്നും പണവും. ലക്ഷ്മി, ഞാൻ കൂടി കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലേ ഇതൊക്കെ? ഓ, അപ്പൊ അതാണ് മനസ്സിലിരിപ്പ്. കൊള്ളാം, ഉള്ളത് കൊണ്ട് കൊടുത്തില്ലേ മോറ്റവന്. നിങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയാൻ തന്റെ മോള് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഈ ലക്ഷ്മി തങ്കച്ചിയുടേതാ. അലക്കി തേച്ചിട്ടിരിക്കുന്ന ഈ ഉടുതുണി വരെ. ദേ, നിങ്ങൾക്ക് പറയാൻ വയ്യെങ്കിൽ ഞാൻ പറയാം അവരോട്. പെണ്ണിന്റെ തന്തി ഒരു ദരിദ്രവാസിയാണെന്ന്. നിനക്കുണ്ട് ലക്ഷ്മി ഒരു മകള്. തള്ളയില്ലാത്തവളാ എന്റെ മോള്. അവളെ വേദനിപ്പിച്ചാ? ആര് വേദനിപ്പിച്ചു? എനിക്ക് അവളുടെ കല്യാണം നടക്കരുതെന്നൊന്നുമില്ല. അവളും സുമിത്ര എനിക്ക് ഒരുപോലെയാ. 3-4 ലക്ഷം രൂപ ഞാൻ സഹായിക്കാം. ഇവൻ അശ്വതി വലിയ കാര്യാ. അവളെ പറഞ്ഞു മനസ്സിലാക്കി ഇവനെ കല്യാണം കഴിച്ചു കൊടുക്ക്. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത ഈ തെണ്ടിക്ക് എന്റെ മോളെ കൊടുക്കാനോ? നിനക്കിതെന്റെ മുഖത്തൊക്കെ പറയാൻ എങ്ങനെ ധൈര്യം വന്നടി? മറ്റേ വർത്താനം പറഞ്ഞ പ്രായോ സ്ഥാനം ഞാൻ നോക്കില്ല. പ്രായോ സ്ഥാനവും നോക്കാത്തവനാണ് നീ എന്ന് എനിക്ക് മനസ്സിലായിട്ട് കുറച്ചു കാലായി. അതുകൊണ്ടാണല്ലോ സ്വന്തം അമ്മായിയെ തന്നെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എല്ലാം കണ്ടിട്ടും കണ്ണു പൊട്ടനെ പോലെ ഇത്രയും കാലം കഴിഞ്ഞത് എന്റെ മോളെ മാത്രം ഓർത്തിട്ടാ. ഇതാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത്. ഇറങ്ങി പോടാ പറ്റി പുറത്ത്. നീ കാണിച്ചു തരാം. പന്ന കിഴവാ, വാ മൂടി ഇവിടെ കിടന്നില്ലെങ്കിൽ
ചവിട്ടി ഞാൻ അടിനാവി കിടക്കും. വയസ്സുകാലത്ത് എന്റെ കൈ കൊണ്ട് ചാകാനയ്യൊക്കെ യോഗം. നോക്കണ്ട, നിങ്ങളിത് ചോദിച്ചു മേടിച്ചതാ. അത്രയൊക്കെ ഉള്ളൂ. ലോപച്ചേട്ടാ, ആ കാലത്ത് വർക്ക്ഷോപ്പിൽ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അറ്റാക്കായിരുന്നു. ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നതാ. കാലത്തി ഒന്ന് നോക്കുമ്പോ അതെ അതെ, നീ പറഞ്ഞതാ ശരി. അതെ അതെ അതെ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. മനസ്സിലായി. Ha ha ha.